നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആമയിഴഞ്ചാൻ തോട്ടിൽ മല പോലെ ഉറച്ചിരിക്കുകയാണ് നഗരമാലിന്യങ്ങൾ. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് അടിയിലൂടെയുള്ള തുരങ്കത്തിലെ ഈ മാലിന്യമലയിൽ എവിടെയോ ജോയ് ഇനിയൊരിക്കലും ഉണരാതെ നിത്യനിദ്രയിൽ ആണ്ടുപോയിട്ടുണ്ടാവും. തോട്ടിലെ മാലിന്യം നീക്കാൻ റെയിൽവേ കരാറുകാരൻ നിയോഗിച്ച തൊഴിലാളിയെ തലസ്ഥാന നഗരിയുടെ സ്ഥിരം ശാപമായ മാലിന്യം വിഴുങ്ങിയിരിക്കുന്നു. ജോയ് എന്തിനാണോ ജീവൻ വെടിഞ്ഞത്, ആ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമുണ്ടാവുമോ? ജോയിയുടെ ജീവനോ രക്ഷിക്കാനായില്ല. മാലിന്യക്കൂമ്പാരങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തുകാരെ സമീപ ഭാവിയിലെങ്കിലും രക്ഷിക്കാനാവുമോ? ആമയിഴഞ്ചാൻ തോടിൻ്റെ ശുചീകരണത്തിന് ഒഴുക്കിയ കോടികൾക്ക് കണക്കില്ല. ഇപ്പോഴും കോടികൾ വാരിയെറിയുന്നുമുണ്ട്. എന്നിട്ടും മാലിന്യം പേറാൻ വിധിക്കപ്പെട്ട ഒരിടമായി ആമയിഴഞ്ചാൻ തോട് തുടരുന്നത് എന്തുകൊണ്ട്? ജനം ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. ഇത് നഗരമോ നരകമോ? തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ ശ്രീ എസ് മധുസൂദനൻ നായർ, റിട്ടയേർഡ് ഹൈഡ്രോഗ്രാഫർ ശ്രീ സതീഷ് ഗോപി, ഇടത് സഹയാത്രികൻ ഡോക്ടർ ബി ജയരാജ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ സതീഷ് ഗോപി, ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കാൻ ഇറങ്ങിയ തൊഴിലാളിയെ കാണാതായിരിക്കുന്നു. തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ജോയിയെ ഇനി ജീവനോടെ കിട്ടില്ല. പക്ഷേ ജോയി എന്തിനാണോ ബലിയാടായത്, ആ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതൊരു ഐ ഓപ്പണറായി മാറുമോ? മാലിന്യം നീക്കം ചെയ്യാൻ ഇപ്പോൾ ഭഗീരഥ പ്രയത്നം നടത്തുന്നുണ്ട്. പക്ഷേ ആമയിഴഞ്ചാൻ തോടിൽ ഇനിയും മാലിന്യമല ഉയരാതിരിക്കാനുള്ള മുൻകരുതലുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ടതല്ലേ? തീർച്ചയായും ശ്രീ അനിൽ നമ്പ്യാർ, താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. നമ്മുടെ ആമയിഴഞ്ചാൻ തോടുകൾ കാലാകാലങ്ങളിൽ കൃത്യമായി ശുചീകരിച്ച് അതിലെ ചപ്പും ചവറും മാലിന്യങ്ങളും ഒക്കെ കോരി മാറ്റി അതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്താത്ത രീതിയിൽ അതിനെ പരിപാലിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ ദുരന്തമുണ്ടാകില്ലായിരുന്നു. അപ്പോൾ ഒരു കാര്യം ചോദിക്കും, ജനത്തിന് ഇതിലൊരു പങ്കില്ലേ? യെസ്, ജനത്തിന് പങ്കുണ്ട്. പക്ഷേ ജനത്തിനെ ബോധവൽക്കരിക്കേണ്ട ജോലി ഇവിടുത്തെ സർക്കാരും അതുപോലെ നഗരസഭയിലെ ആൾക്കാരും നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരൊക്കെ ആ യത്നത്തിൽ പങ്കെടുക്കേണ്ടതാണ്. മാത്രമല്ല, ഇവിടെ കൊണ്ടുവന്ന് ചവറ് നിക്ഷേപിക്കാതിരിക്കാനുള്ള കാര്യങ്ങളും അവർ ചെയ്യേണ്ടതാണ്. ഈ പഴമങ്ങാടി തോട് മാത്രമല്ല, ഇന്നിപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഒരു മനുഷ്യജീവന് വേണ്ടിയിട്ടുള്ള പ്രയാണം നടക്കുകയാണ്. ആ പാവപ്പെട്ട മനുഷ്യൻ ജീവിച്ചിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ എനിക്കതിൽ ആത്മവിശ്വാസം കുറവാണ്. കാരണം അതിനുള്ളിൽ ഓക്സിജൻ കണ്ടൻറ്റ് വളരെ കുറവാണ്. ആ ടണലിനുള്ളിൽ ഏകദേശം 140 മീറ്റർ നമ്മുടെ റെയിൽവേ ട്രാക്കിൻ്റെ അടിയിൽ കൂടെ പോകുന്ന ആ ടണലാണ്. പണ്ട് ഓപ്പറേഷൻ അനന്ത നടന്നപ്പോൾ ആ സമയത്ത് അതിന് നേതൃത്വം കൊടുത്ത ശ്രീ ബിജു പ്രഭാകർ സാർ, അദ്ദേഹത്തെ വർഷം മുമ്പ്, അതെ അതെ ആ കാലഘട്ടത്തിൽ അതിന് നേതൃത്വം കൊടുത്ത ഇച്ഛാശക്തിയുള്ള ഒരാളായിരുന്നു ശ്രീ ബിജു പ്രഭാകർ സാർ. എനിക്ക് അദ്ദേഹത്തിനോട് എപ്പോഴും ആദരവും ബഹുമാനവും ഉണ്ട്. കാരണം കാര്യങ്ങൾ വളരെ വ്യക്തമായി വളരെ ചിട്ടയായി ചെയ്യാൻ നല്ല നേതൃത്വം കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അന്ന് അദ്ദേഹം ഈ പറയുന്ന ഈ ടണൽ അതിനകത്തുള്ള മണ്ണും ചെളിയുമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നേരിട്ടവിടെ ഇറങ്ങിയ ആളാണ്. 700 ലോഡ് മണ്ണാണ് അതിനുള്ളിൽ നിന്ന് നീക്കം ചെയ്തത്. 700 ലോഡ് ചപ്പ്, ചവറ്, ചെളി, മണ്ണ് എല്ലാം കൂടെ ചേർത്തിട്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് കാലാകാലങ്ങളിൽ 2 വർഷത്തിലൊരിക്കലെങ്കിലും ഇത് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഇതിനുള്ളിൽ 2.5 മീറ്റർ നീളവും 1.25 മീറ്റർ വീതിയും ഉള്ള 2 ഫൗണ്ടേഷൻ ഫുട്ടിംഗ് ഉണ്ട്.
ഇതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇത് റെയിൽവേയുടെ ഏതോ ഒരു വർക്കുമായിട്ട് ഉള്ള ഈ പിന്നീട് ഫുട്ടിങ്ങാണ്. ഇത് ഓരോ 2 വർഷവും ഇതിനുള്ളിലിറങ്ങി ഇത് കൃത്യമായിട്ട് വൃത്തിയാക്കിയില്ലെങ്കിൽ ഇത് വീണ്ടും അടയും. മാത്രമല്ല, പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും ഇതിനുള്ളിൽ വന്ന് നിൽക്കാത്ത തരത്തിൽ കമ്പിവേലി അല്ല വല വച്ച് ഇത് സെഗ്രിഗേറ്റ് ചെയ്യണം. ഈ പിന്നീട് പ്ലാസ്റ്റിക്കിനെയൊക്കെ സെഗ്രിഗേറ്റ് ചെയ്യണം. അത് മാത്രമല്ല, ഇതിനകത്ത് പണ്ട് ഈ എൻ്റെ ചെറുപ്പകാലത്ത്, അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഒരു 10-50 കൊല്ലം മുൻപ് എന്ന് വേണമെങ്കിൽ പറയാം, ആ സമയത്ത് ഈ പഴവങ്ങാടി തോടിൽ ആൾക്കാർ ഇറങ്ങി അവരുടെ കയ്യും കാലും മുഖവും കഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ വെള്ളയമ്പലം വാട്ടർ വർക്സിൽ നിന്ന് സ്ലോ സാൻഡ് ഫിൽറ്ററും റാപ്പിഡ് സാൻഡ് ഫിൽറ്ററും കഴുകി വൃത്തിയാക്കുന്ന വെള്ളം വന്നുകൊണ്ടിരുന്ന ഒരു കനാലാണ് പിന്നീട് ഈ പഴവങ്ങാടി തോട്. ഈ പഴവങ്ങാടി തോട് കാലാകാലങ്ങളിൽ കൃത്യമായി വൃത്തിയാക്കാറുണ്ടായിരുന്നു. പണ്ട് 1980 മുൻപ് നമുക്ക് പിന്നീട് കിഴക്കേക്കോട്ട ഭാഗങ്ങളിൽ വെള്ളം പൊങ്ങിയതായിട്ട് വലിയ രൂക്ഷമായ വെള്ളപ്പൊക്കവും നമ്മൾ അനുഭവപ്പെട്ടിട്ടില്ല. 80-ന് ശേഷം പിന്നെ പതുക്കെ ഈ തോട് അടഞ്ഞ് ഇതിൽ ചപ്പും ചവറും നികന്ന് ഇതിനുള്ളിലൂടെ കേബിളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വലിച്ച് ഇതിൻ്റെയൊക്കെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയതിന് ശേഷം ഇത് ഓവർഫ്ലോ ആകുന്നുണ്ട്. ഓവർഫ്ലോ ആയി അവിടെ കംപ്ലീറ്റ് ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കും. അപ്പോൾ മനസ്സിലാക്കാനുള്ളത്, ഏറ്റവും വൃത്തികെട്ട വെള്ളം, അതായത് ഏറ്റവും മലിനമായ വെള്ളമാണ് പല കടകളിലും വീടുകളിലൊക്കെ കയറുന്നത്. അത് ഇപ്പോഴും സംഭവിക്കുന്നു. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു വിക്റ്റിമാണ്. ഞാൻ താമസിക്കുന്നത് ഗൗരീശപട്ടത്താണ്. ഗൗരീശപട്ടത്തിൻ്റെ പിന്നീട് കിഴക്ക് ഭാഗത്തൂടെ പട്ടം തോടൊഴുകുന്നു, പടിഞ്ഞാറ് ഭാഗത്തൂടെ ഉള്ളൂർ തോടൊഴുകുന്നു. കഴിഞ്ഞ നവംബറിലും ഒക്ടോബറിലും നവംബറിലും 2 പ്രാവശ്യം എൻ്റെ വീട്ടിനുള്ളിൽ വെള്ളം കയറി. 5 ലക്ഷം രൂപയോളം എനിക്ക് നഷ്ടം വന്നു. അത് കാരണം ഞാൻ വീട് 1 മീറ്റർ ഉയർത്തേണ്ടി വന്നു. അതിലെനിക്ക് ചിലവായ തുക എന്ന് പറയുന്നത് 30 ലക്ഷം രൂപയാണ്. ആരെങ്കിലും, നമുക്ക് ഏതെങ്കിലും ഗവൺമെൻറ് ഏജൻസി നമ്മളെ സഹായിക്കാൻ വരോ? ഒരു നേരം ഭക്ഷണം കഴിച്ചു എന്ന് പോലും ആരും ചോദിക്കില്ല. കണ്ണമ്മൂല പിന്നീട് ഈ ഗൗരീശപട്ടം ഭാഗത്ത് 200 വീടുകളിലാണ് വെള്ളം കയറിയത്. ഈ കയറുന്ന വെള്ളമെന്ന് പറഞ്ഞാൽ ആശുപത്രി മാലിന്യങ്ങളും സ്യൂവേജ് മാലിന്യങ്ങളും ഒക്കെ ചേർന്ന് ഏറ്റവും മലിനമായ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വെള്ളമാണ് കയറുന്നത്. ഈ വെള്ളം കയറിക്കഴിഞ്ഞാൽ ആ വീട് വൃത്തിയാക്കുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പാവപ്പെട്ട എത്ര വയസ്സായ ആൾക്കാർ മാത്രമുള്ള വീടുകളിൽ അവരനുഭവിച്ച പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നഷ്ടമെന്ന് പറയുന്നത് ഞാൻ കണക്കാക്കിയത് ഏകദേശം 10 കോടി രൂപ ജനങ്ങൾക്കന്ന് നഷ്ടം വന്നു. ആരെങ്കിലും 5 പൈസ കോമ്പൻസേഷൻ കൊടുക്കുമോ? ഇല്ല. മറിച്ച് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, കാലാകാലങ്ങളിൽ ഇത് കൃത്യമായി വൃത്തിയാക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരും അതിന് നേതൃത്വം കൊടുക്കേണ്ട രാഷ്ട്രീയ നേതൃത്വവും ഈ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ അവർക്ക് അതിന് ശ്രദ്ധ പതിപ്പിക്കാൻ സമയമില്ലാതെ അവർ ബാക്കിയുള്ള കാര്യങ്ങളിൽ മുഴുകുന്നു. മാത്രമല്ല, കാലാകാലങ്ങൾ ഞാൻ ഈ പിന്നീട് നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ, വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി വിവരാവകാശ നിയമം വഴി ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ എഴുതി ചോദിച്ചു, ഓരോ വർഷവും നിങ്ങൾ ചിലവാക്കിയ തുക എത്രയെന്ന്. അപ്പോൾ അതിൽ എനിക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത്, മിക്കവാറും വർഷങ്ങളിൽ 1 കോടി 2 കോടി 3 കോടി രൂപ ചിലവാക്കിയിട്ടുണ്ടെന്നുള്ള ഉത്തരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ കരയിൽ താമസിക്കുന്ന ആളാണ്. ഞാൻ അവിടെ ഒരു വൃത്തിയാക്കലും കണ്ടിട്ടില്ല. അപ്പോൾ ഈ തുക എവിടെ പോകുന്നു? ഇന്ന് ഒരു മാധ്യമം പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് ഈ തുക തോട്ടിലൂടെ ഒഴുകിപ്പോകുന്നു. വളരെ കറക്റ്റാണ്. ഇവിടെ പഴവങ്ങാടി തോടിൽ നമ്മളിനി എത്ര പറഞ്ഞിരുന്നാലും ശരി, രാഷ്ട്രീയ നേതൃത്വവും പിന്നീട് അതിൻ്റെ മുന്നിൽ നിൽക്കേണ്ട ഉദ്യോഗസ്ഥരും കൃത്യമായി അവരുടെ ജോലികൾ നിർവഹിക്കാത്തതിൻ്റെ ഒരു ഫലമാണ് 32 മണിക്കൂറായി ഒരു മനുഷ്യജീവൻ നമ്മുടെ മുന്നിൽ ഒരു ടണലിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. വെറും 1500 രൂപയ്ക്ക് വേണ്ടി ഈ ഏറ്റവും മോശമായ വെള്ളത്തിൽ ഇറങ്ങി ജോലി ചെയ്യാൻ നിർബന്ധിതനായ ഒരാൾ, അയാളുടെ കുടുംബം കഴിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറയില്ലേ, ഒരച്ചാൺ വയറിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം കാണിക്കുന്നത്. ഇത് അതേ ഗൗരവത്തോടു കൂടി തന്നെ കാണണം. മനുഷ്യജീവൻ ഒന്നായാലും 100 ഒരേ രീതിയിൽ വേണം സർക്കാർ കാണാൻ. മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാരാണ്. ആ സർക്കാർ, എനിക്കതിൽ വളരെ വിഷമമുണ്ട്. ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ
നമ്മുടെ പിന്നെ നഗരസഭയുടെ തന്നെ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവ് അവിടെ വന്ന് ഇത് റെയിൽവേ ആണ് ചെയ്യേണ്ടത്, ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്വമില്ല, റെയിൽവേ ആണ് ഇത്തരത്തിൽ ഇത് സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു വാർത്ത ഞാൻ കണ്ടു. എന്ത് അപഹാസ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഇതിനകത്ത് ആരെങ്കിലും ചവറ് നിക്ഷേപിച്ചാൽ അതിനെതിരെ നടപടി എടുക്കേണ്ട വകുപ്പ് അത് റെയിൽവേ അല്ല. ഇതിനകത്ത് ആരെങ്കിലും ചവർ നിക്ഷേപിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട വകുപ്പും റെയിൽവേ അല്ല. ഈ കാലാകാലങ്ങളിൽ ഇത് വൃത്തിയാക്കേണ്ട വകുപ്പും റെയിൽവേ അല്ല. അതിനെല്ലാം ബന്ധപ്പെട്ട വകുപ്പുകൾ നമുക്കുണ്ട്, നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ അത് ഉൾപ്പെടുന്നു. അതൊന്നും ചെയ്യാതെ ഒരു ജീവൻ ആ ജീവൻ ഉണ്ടോ, ആ ജീവനോടുകൂടി അയാൾ പുറത്തു വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ റെയിൽവേയുടെ ചുമലിൽ ഇത് വച്ച് കെട്ടി ഉത്തരവാദിത്വം ഒഴിവാക്കുന്നവരെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? തീർച്ചയായും കാലാകാലങ്ങളിൽ ഇത് കൃത്യമായിട്ട് വൃത്തിയാക്കിയിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല. മാത്രമല്ല, ഇതിപ്പോൾ വളരെ രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, മുൻപും പഴവങ്ങാടി തോടിൽ ഫെൻസിങ് വെച്ചിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ട് കോടികൾ ചിലവാക്കിയിട്ടുണ്ട്. ഈ ഫെൻസിങ് വെച്ചപ്പോൾ വന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ഇതിൻ്റെ മുകളിൽ കൂടെ എടുത്ത് എറിയുകയാണ്. അപ്പോഴും ചവറിനകത്ത് വീഴുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആൾക്കാരെ കുറ്റം പറയുന്നതിന് മുമ്പ് വളരെ എഫിഷ്യൻ്റായിട്ട് ഇവിടെ ചപ്പു ചവറുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ. ഒറ്റ കാര്യം കൂടി ഈ ഫെൻസിങ്ങിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, ഇവിടെ കേരള സസ്റ്റൈനബിൾ അർബൻ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ്, അർബൻ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ തിരുവനന്തപുരം, കേരള, ഈ സ്ഥാപനം കുറേ പൈസ മുടക്കിയിട്ടുണ്ട്. അനേകം ക്യാമറകൾ ആമയിഴഞ്ചാൻ തോടിൻ്റെ വശത്ത് വെച്ച ചരിത്രം 2014 അന്ന് കെൽട്രോൺ 54 ലക്ഷം രൂപ ചിലവാക്കി 37 ക്യാമറകൾ സ്ഥാപിച്ചു. അതിൻ്റെ നിരീക്ഷണവും ഓപ്പറേഷനും കോണ്ടിനെൻ്റൽ എന്ന സ്ഥാപനത്തിന് ആയിരുന്നു. അതേത് രാഷ്ട്രീയക്കാരൻ്റെ ബിനാമി സ്ഥാപനമാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ 37 ക്യാമറയും സ്ഥാപിച്ച ആദ്യഘട്ടത്തിൽ തന്നെ ഉപയോഗശൂന്യമായിട്ട് മാറി. ആമയിഴഞ്ചാൻ തോട് എന്നത് അഴിമതിക്ക് ചൂട്ടുപിടിക്കുന്ന, അതുപോലെ ഏതൊരു ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും പൊന്മുട്ടയിടുന്ന താറാവാണ്. വളരെ ശരിയാണ്, വളരെ ശരിയാണ്, 100% ശരിയാണ്. അതായത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇവിടെ ചവർ ആൾക്കാർ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിക്ഷേപിക്കുന്നു? ഇവിടെ ഡ്രെയിനേജ് സുവേജ് ഇതിനകത്ത് തുറന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ വിടുന്നു? മറ്റ് സൗകര്യങ്ങൾ ഒരുക്കണം. വളരെ എഫിഷ്യൻ്റായിട്ട് ഇവിടെ തിരുവനന്തപുരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്ത കൊണ്ടാണ് ഈ മാലിന്യ നിക്ഷേപം ഇതിനകത്ത് വരുന്നത്. ആരാ അത് ചെയ്യേണ്ടത്? ഈ അപകടത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ താമസിക്കുന്നവരോ? നഗരത്തിൽ താമസിക്കുന്നവരെ ബോധവൽക്കരണം നടത്തണം, ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനൊപ്പം തന്നെ വളരെ എഫിഷ്യൻ്റായിട്ട് ഈ മാലിന്യ നീക്കം നടത്തണം. അതിൻ്റെ കൂടെ തന്നെ ബോധവൽക്കരണവും നടത്തണം. ഇതെല്ലാം ചെയ്യേണ്ടത് ആരാണ്? ജനങ്ങളാണോ? അതെ, ബന്ധപ്പെട്ട അതിന് ഉത്തരം പറയേണ്ടത് നമ്മുടെ ഇടത് നിരീക്ഷകൻ ശ്രീ ഡോക്ടർ ബി ജയരാജാണ്. ഡോക്ടർ ബി ജയരാജ്, ആമ ഇഴഞ്ചാൻ തോട്, അതായത് ആമ ഇഴയുന്നത് പോലെയാണ് ഇതിലുള്ള നീരൊഴുക്ക്. ആ നീരൊഴുക്ക് അറിയാലോ, ആമ ഇഴയുന്നത് പോലെ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അവിടെയാണ് ഈ മാലിന്യ കൂമ്പാരം ഉള്ളത്. മാലിന്യമല എന്നാണ് പറയുന്നത്. നോക്കൂ, ഉത്തരവാദിത്തം കോർപ്പറേഷനാണ്, അല്ലേ? നഗരം ക്ലീൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം കോർപ്പറേഷനാണ്. ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അത് ഇവിടുത്തെ ഭരണകൂടം ആണ് അത് നോക്കേണ്ടത്. 5 വർഷം മുമ്പ് കോർപ്പറേഷൻ 50 ലക്ഷം രൂപ ചെലവഴിച്ച് ആമയിഴഞ്ചാൻ തോടിൻ്റെ ശുചീകരണവും അതുപോലെ പാർശ്വഭിത്തി നിർമ്മാണവും നടത്തി. നമുക്കറിയാവുന്ന പോലെ ബേക്കറി ജംഗ്ഷൻ മുതലുള്ള പ്രാരംഭ ഭാഗത്തെ അറ്റകുറ്റപ്പണികൾക്കായി 4 കോടി രൂപയുടെ പദ്ധതി പരിഗണനയിലുണ്ട്. വഞ്ചിയൂരിൽ നിന്ന് പാറ്റൂർ വരെ 1 കിലോമീറ്ററോളം ഭാഗത്ത് ബോക്സ് കൾവേർട്ടുകൾ സ്ഥാപിച്ച് തോട് പൂർണ്ണമായും റോഡിന് അടിയിലാക്കാൻ 23 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതിയായിട്ടുണ്ട്. 10 വർഷം മുമ്പ് കിഴക്കേക്കോട്ട ഭാഗത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഓപ്പറേഷൻ അനന്ത എന്ന പേരിൽ ആ പദ്ധതിക്ക് 24 കോടിയോളം രൂപ ചെലവഴിച്ചിരുന്നു. പക്ഷേ ഈ കോടികളെല്ലാം നേരത്തെ ശ്രീ സതീഷ് ഗോപി ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് തോട്ടിലൂടെ ഒഴുകിപ്പോയി. ആരാണ് സർ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരവാദി?
തികച്ചും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇപ്പൊ നടന്നത്. കാരണം ഒരു മനുഷ്യജീവനാണ് ഇവിടെ പൊലിഞ്ഞത്. പലപ്പോഴും മലയാളികളുടെ കണ്ണ് തുറക്കുന്നത് ഏതെങ്കിലുമൊക്കെ ജീവൻ പൊലിയേണ്ടി വരും. അതിനെ തുടർന്ന് ഒരു ക്ലീനപ്പ് ഉണ്ടാവും, അതിനെ തുടർന്ന് ഒരു പ്രക്ഷോഭം ഉണ്ടാവും, അതിനെ തുടർന്ന് മാധ്യമങ്ങൾ സംസാരിക്കും. ഈ ഓപ്പറേഷൻ അനന്തയാണെങ്കിലും മറ്റെല്ലാ പദ്ധതികളാണെങ്കിലും കൃത്യമായിട്ട് കാര്യങ്ങൾ ആ സമയത്ത് നടക്കുകയും പിന്നീട് ഫോളോ അപ്പ് ഇല്ലാതിരിക്കുകയും ചെയ്യും. നേരത്തെ സതീഷ് ഗോപി സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഫോളോ അപ്പ് 2 വർഷത്തിലൊരിക്കലും അത് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് 10 വർഷം ക്ലീൻ ചെയ്യാതാകുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. കഴിഞ്ഞ 2-3 വർഷത്തിന് മുമ്പ് കഴിഞ്ഞ കോർപ്പറേഷൻ അധികാരത്തിലെത്തിയ സമയത്ത് തമ്പാനൂരിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ റെയിൽവേ ആയിട്ട് ഒരു വലിയൊരു ടസ്റ്റിൽ നടത്തിയതിന് ശേഷമാണ് അന്നത്തെ മേയർ എല്ലാം കൂടെ ചേർന്നിട്ട് അവിടെ അത് ക്ലീൻ ചെയ്യുന്നതും തമ്പാനൂര് വെള്ളപ്പൊക്കത്തിന് കുറച്ച് നാളത്തേക്കെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നത്. ശാശ്വതം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് നാളത്തേക്ക് ഒരു പരിഹാരം ഉണ്ടായി. അതിനുശേഷം പിന്നീട് മഴ വരുമ്പോൾ പിന്നീട് ഇതേ സന്ദർഭങ്ങൾ തന്നെയാണ് കാണുന്നത്. ഈ ബോധവൽക്കരണത്തിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത സമയത്തല്ല, ഞാൻ തിരുവനന്തപുരത്ത് സ്ഥിരതാമസത്തിന് വന്ന സമയത്ത് ഒരിക്കലും ഒരു സ്കൂൾ സന്ദർശിക്കാനായിട്ട് പോയിരുന്നു. അവിടെ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാനായിട്ട് പോയതാണ്. അപ്പൊ അവിടുത്തെ സ്കൂളിലെ കുട്ടികളെ ഈ നദികളും തോടുകളും എല്ലാം ഉത്ഭവിക്കുന്ന സ്ഥലങ്ങൾ, വാഴവാന്തോൾ പോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവിടുന്ന് ബോട്ടിൽ വെള്ളം കളക്ട് ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളിലും അതിന് കിളിയാറിൽ എത്തുമ്പോഴത്തേക്കും ആ വെള്ളത്തിന്റെ കളർ ഓരോ സാമ്പിളും കുട്ടികളെ എടുത്ത് കാണിക്കുന്നുണ്ട്. കുറച്ച് KG ക്ലാസ്സിലെ 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ്. അവസാനം അവര് ആമേഴഞ്ഞാന്തോടിന്റെ അടുത്തൊക്കെ എത്തുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ മൂക്ക് ഒത്തുകയാണ്. അപ്പൊ കുട്ടികൾ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നഗരം ഇങ്ങനെ പൊള്യൂട്ടഡ് ആവുന്നത്. മഹസൂൻ സാറിന് അറിയാം, കൗൺസിലർ അവിടെ ശാസ്താംകുളത്തെ കൗൺസിലറാണ്. അദ്ദേഹത്തിന് അറിയാം എവിടെ നിന്നാണ് ഈ അഴുക്ക് മൊത്തം വരുന്നത്. അപ്പൊ അണിക്കേഴ്സ് ലൈന് അവിടെയുള്ള മിക്കവാറും ഉള്ള വീടിനുകളിലെ എല്ലാ ഡ്രെയിനേജും അതിനകത്തോട്ടാണ് വരുന്നത്. കൊച്ചാറിലോട്ടാണ് വന്നിറങ്ങുന്നത്. അതുവരെ, അതായത് പൈപ്പ് മൂട് തുടങ്ങുന്ന സ്ഥലം വരെ വളരെ ശുദ്ധമായി വരുന്ന വെള്ളം. അതിനുശേഷം മരുതൻകുഴി എത്തുമ്പോഴത്തേക്കും അവിടെ മലീമസമാണ്. അതിനകത്തുള്ള പ്രധാനപ്പെട്ടത് കൗൺസിലറിന്റെ വാർഡിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോൾ ഈ കൗൺസിലർ ഇപ്പോഴല്ലേ ആയുള്ളൂ. ഇതിന് മുമ്പിരുന്ന കൗൺസിലറുകളും അവിടെയുള്ള ഈ പറഞ്ഞ മനുഷ്യ മാലിന്യം അടക്കം അങ്ങോട്ടാണ് ഒഴുക്കുന്നത്. ഫ്ളാറ്റുകൾക്ക് കൃത്യമായ സംവിധാനമുണ്ട്. പക്ഷെ വീടുകളിൽ നിന്ന് ഇപ്പോഴും ഈ മനുഷ്യ മാലിന്യം അതിലേക്കാണ് ഒഴുക്കുന്നത്. മൂക്ക് പൊക്താതെ മരുതൻകുഴി ഭാഗത്തൂടെ അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്, അതിന് മുമ്പിലൂടെ ഒന്നും പോകാൻ പറ്റില്ല. അവിടെ പൊങ്കാലയൊക്കെ നടക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടാണ് അതിലേ പോകാൻ. അവിടെ നിന്നാണ് മേജർ മാലിന്യങ്ങൾ ഇങ്ങോട്ട് നഗരത്തിലേക്ക് കടക്കുന്നത്. ഇത് മനുഷ്യ മാലിന്യങ്ങളുടെ ഒരു വിഷയം. പിന്നെ പ്ലാസ്റ്റിക്, എന്ത് സാധനം ഉണ്ടെങ്കിലും പ്ലാസ്റ്റിക്കിനകത്ത് കെട്ടി അപ്പുറത്ത് അയ്യത്തോട്ട് എറിയുക, അല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിലോട്ട് എറിയുക, അല്ലെങ്കിൽ റോഡിലേക്ക് എറിയുക, അല്ലെങ്കിൽ വലിയ കാറുകൾ കൊണ്ടുവന്നിട്ട് അവിടെ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. ജയരാജ്, ഇതൊക്കെ തടയേണ്ടത് ആരാണ് സാർ? എനിക്കോ താങ്കൾക്കോ പോയി തടയാൻ പറ്റില്ലല്ലോ. ഇതിന് ഉത്തരവാദപ്പെട്ടവരെ നമ്മൾ തെരഞ്ഞെടുത്ത് അയച്ചിട്ടുണ്ടല്ലോ. പറഞ്ഞാണ് പോലെ ഇതിനകത്ത് നമ്മൾ മാറി നിന്നിട്ട് കാര്യമില്ല. അവർ ചെയ്യും ഇവർ ചെയ്യും എന്ന് പറഞ്ഞ കാര്യമില്ല. നമ്മളെല്ലാവരും അതിന് തെറ്റുകാരാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. നമുക്കത് റിപ്പോർട്ട് ചെയ്യാം, നമുക്ക് അതിന്റെ പുറകിന് പോകാം. ഒരു തവണ ഒരാൾ റിപ്പോർട്ട് ചെയ്ത് നല്ല ഹെവി ഫൈൻ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലത്ത് അവൻ അതിന് ഇറങ്ങത്തില്ല. കാര്യം നമ്മളവിടെ ഒരു ക്ലീനപ്പ് ചെയ്യാനായിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് മാനവീയർ തുടങ്ങുന്നിടത്ത്. അവിടെ ഡയപ്പേഴ്സ് വരെ രാവിലെ നടക്കാൻ വരുന്നവരെ അതിനകത്ത് നിക്ഷേപിച്ചിട്ട് പോകുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല ആളുകളുമായിട്ട് വഴക്കുണ്ടാക്കി അവർ പോലീസിനെ ഇടപെടുത്തി, മറ്റേ ഇവിടുത്തെ നമ്മുടെ മ്യൂസിയം പോലീസിനെ കൊണ്ട്, അവിടെ നിരീക്ഷണ ക്യാമറകളെല്ലാം ഉണ്ട്, എന്നാലും ഇവർ കണ്ടാൻ വേണ്ടിയില്ല. പോലീസിനെ കൊണ്ട് ഇടപെടുത്തി എത്ര പേരെ, അത് അന്വേഷിച്ച് വരുമ്പോഴെന്താണ് ഇവരെല്ലാം പ്രധാനപ്പെട്ട ഉന്നത സ്ഥാനങ്ങളിൽ വഹിക്കുന്ന ഉദ്യോഗസ്ഥരും മറ്റു പ്രമാണിമാരും ഒക്കെയാണ്. അവരെയാണ് നമ്മൾ ഈ പിടിപ്പിക്കാനായിട്ട് ഇറങ്ങേണ്ടുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കാനാണെങ്കിലും അല്ലാതുള്ള കാര്യങ്ങളും ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു തവണ ഇത് ചെയ്യും, പിന്നെ ഇത് ചെയ്യാതെ ഇട്ടിട്ട് പോകും. ഇത് സത്യസന്ധമായ കാര്യമാണ്. അത് കോർപ്പറേഷൻ ഭരിക്കുന്നവരാണെങ്കിലും ശരി, സർക്കാർ സംവിധാനമാണെങ്കിലും ശരി, റെയിൽവേ ആണെങ്കിലും ശരി. വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ, കൊല്ലത്ത് ഒരിക്കലും ഒരു ട്രെയിനിന്റെ അടിയിൽ ഒരു ഇതുണ്ടല്ലോ, ഗ്യാസ് കണ്ടെയ്നർ ലോറി ഉണ്ടല്ലോ, ആ ലോറിയുടെ അടിയിൽ 2 പെൺകുട്ടികൾ പെട്ടുപോയി. 48 മണിക്കൂറാണ് അവർ ജീവിച്ച് കിടന്നത്. അന്നേരം വെള്ളം കുടിക്കുന്നുണ്ട്. ഇത് പൊക്കണമെങ്കിൽ റെയിൽവേയുടെ ഒരു പ്രൊക്ലൈനർ ഒരു സാധനം കൊണ്ടുവന്നിട്ട് വേണം പൊക്കാൻ. റെയിൽവേക്കാർ ഇത് വിട്ടുകൊടുക്കില്ല. പ്രേമേന്ദ്രൻ, അവിടുത്തെ MP പ്രേമേന്ദ്രൻ ഇറങ്ങി നിന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലും അവര് റെയിൽവേയുടെ നിയമം അനുസരിച്ച് ഇത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വിഷയം ഉണ്ടാക്കി. അതിനുശേഷം ഈ കുട്ടികൾ അവിടെ കിടന്ന് പിടഞ്ഞു വലിച്ചു, ചികിത്സ കിട്ടാതെ 48 മണിക്കൂർ. നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ഈ സാധനം പത്രത്തിലുള്ള കട്ടിങ്സ് എല്ലാം കൂടെ എടുത്ത് അന്നത്തെ MP ആയിരുന്ന പ്രേമചന്ദ്രൻ ഇത് പാർലമെന്റിൽ കാണിച്ചതിന് ശേഷമാണ് കൊല്ലത്തിന് ഒരു റിക്കവറി വെഹിക്കിൾ അനുവദിച്ചത്. അതുവരെ റെയിൽവേയുടെ തൊട്ടപ്പുറത്ത് റെയിൽവേയുടെ പറമ്പിൽ കിടപ്പുണ്ട് ഈ സാധനം. ഇതെടുത്തിട്ട് ഈ ജീവൻ രക്ഷിക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് പോലും നിയമങ്ങളുടെ കുരുക്ക് ബൈ ബുക്ക് പോകുന്ന ചില ആളുകളുണ്ട്. ഇതൊക്കെ കുറെയൊക്കെ ഫ്ലെക്സിബിൾ ആയി കഴിഞ്ഞാൽ ഒരു ജോയിന്റ് വെഞ്ചർ ഓപ്പറേഷൻ വഴി കറക്റ്റായിട്ട് ഇത് കൊണ്ടുപോകുന്നേ ഉള്ളൂ. അത് അവരുടെ വസ്തുവാണ്,
അതിനകത്ത് കയറാൻ പാടില്ല, അവിടെ നിയമങ്ങളുണ്ട്, ഇവിടെ നിയമങ്ങളുണ്ട്. മനുഷ്യ ജീവന്റെ കാര്യമാണ്. ഇതിനകത്ത് നിയമവും കാര്യങ്ങളും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനകത്ത് ഇച്ഛാശക്തിയുള്ള ലീഡർഷിപ്പ് വേണം, ഇച്ഛാശക്തിയുള്ള ഉദ്യോഗസ്ഥന്മാർ വേണം, നേരത്തെ പറഞ്ഞതുപോലെ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. അതല്ലെങ്കിൽ ജനങ്ങൾ ഇറങ്ങി അതിശക്തമായി പ്രതികരിക്കണം. ഈ പ്രതികരിക്കേണ്ടുന്ന ജനങ്ങൾ തന്നെയാണല്ലോ തന്റെ പറമ്പിൽ നിന്ന് വേറെ റോഡിലേക്ക് ഈ സാധനം വലിച്ചെറിയുന്നത്. അവർക്ക് അവയർനെസ് കൊടുക്കണം. ശരിയാണ്. ഇതെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ ഇതിപ്പോ ഞാൻ രാഷ്ട്രീയപരമായിട്ടല്ല സംസാരിക്കുന്നത്. ഇടതുപക്ഷ സഹയാത്രികൻ എന്നുള്ള രീതിയിൽ മനുഷ്യപക്ഷത്ത് നിന്ന് സംസാരിക്കണം, മനുഷ്യപക്ഷത്ത് നിന്ന് ഇത്തരം വിഷയങ്ങളെ അഡ്രസ് ചെയ്യണം. ഡോക്ടർ ജയരാജ്, ഞാൻ വരാം. ശ്രീ മധുസൂദനൻ നായർ, ഇപ്പോൾ വിവിധ വകുപ്പുകൾ പരസ്പരം പഴിചാരുകയാണ്. അതുപോലെ കോർപ്പറേഷനും റെയിൽവേയും പരസ്പരം കൊമ്പ് കോർക്കുന്നു. നമുക്കറിയാം, തിരുവനന്തപുരത്ത് മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല. ഇപ്പോഴിതാ കോളറ, ഡെങ്കിപ്പനി ഇതൊക്കെ പടർന്ന് പിടിക്കുകയാണ്. ഇങ്ങനെ റെയിൽവേയുടെ തലയിൽ ഈ ഉത്തരവാദിത്തം കെട്ടിവെച്ച് കൈകഴുകാനാവുമോ? അനിൽ നമ്പൂതിരി, ആദ്യമായിട്ട് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു സാധു കുടുംബത്തിൽപ്പെട്ട മാരായമുട്ടത്തുള്ള ഈ ഒരു ചെറുപ്പക്കാരൻ, ശ്രീ ജോയി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ, ശ്രീ സതീഷ് ഗോപി സാർ സൂചിപ്പിച്ച പോലെ, വെറും 1500 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ അദ്ദേഹം വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ചാൺ വയറിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം നടന്നിട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാലിട്ട് എന്താ അർത്ഥമായിരിക്കുന്നതിനകത്ത്? നമ്മുടെ ആവശ്യം എന്താണ്? ഇപ്പോൾ നേരത്തെ നമ്മുടെ ജയരാജ് സാർ പറഞ്ഞ പോലെ ഇച്ഛാശക്തിയോടുള്ള ഒരു ഭരണ നേതൃത്വം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് അവിടെ വേണ്ടിയിരുന്നത്. ഇവിടെ ഞാനും ഇന്നലെ മൊത്തം അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു, രാത്രിയൊക്കെ ഉണ്ടായിരുന്നു, ഇന്നൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പറയുന്നത്, ചാനൽ ചർച്ചയിലൊക്കെ ചാനലുകാർ ചോദിക്കുമ്പോൾ പറയുന്നത്, മേയർ ഉൾപ്പെടെ പറയുന്നത് ഇത് റെയിൽവേ ആണ് ഇതിന് പൂർണ്ണ ഉത്തരവാദിത്തം. എങ്ങനെയാണ്? ഞാൻ റെയിൽവേ സാധൂകരിക്കുന്നതല്ല. ആകെ 13.5 കിലോമീറ്റർ ദൂരമുള്ള ഈ ആമഴിഞ്ചാൽ തോടിൽ 117 മീറ്റർ ദൂരം മാത്രമാണ് റെയിൽവേക്കകത്തൂടെ പോകുന്നത്. ബാക്കി വരുന്ന ഭാഗം എല്ലാം മേജർ ഇറിഗേഷൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് നഗരസഭയും 2ാം പ്രതി സംസ്ഥാന സർക്കാരുമാണ്. അതിനകത്ത് ഈ മേജർ ഇറിഗേഷൻകാർ എന്തുകൊണ്ട് ഇത് സമയബന്ധിതമായി ഈ ഓട ക്ലീൻ ചെയ്യാനുള്ള സന്നദ്ധ പ്രകടിപ്പിക്കുന്നില്ല? നേരത്തെ ജയരാജ് സാർ പറഞ്ഞ പോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ പല രീതിയിൽ നിന്നും പ്രവർത്തനം ഉണ്ടാകുന്നു. കോടിക്കണക്കിന് രൂപ ഈ ആമഴഞ്ചാൻ തോടും തെറ്റിയാർ തോടും ഇങ്ങനെയുള്ള തോടുകളിൽ ഒഴുക്കിക്കളയാണ്. ഞാൻ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, സാർ ഇവിടെ ഈ കിള്ളിയാറിൻ്റെ സമീപത്തുള്ള ഒരു വിഷയം സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഈ കഴിഞ്ഞ 2017 ഞാനൊരു കോർപ്പറേഷൻ ഒരു പ്രമേയം അവതരിപ്പിച്ചു. മറ്റൊന്നുമല്ല, കിള്ളിയാർ ശുചീകരണ യജ്ഞം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചു. അത് അന്നത്തെ മേയറായിരുന്ന ശ്രീ VK പ്രശാന്ത് ഉൾപ്പെടെ ഭരണസമിതി ഐക്യകണ്ഠേന ആ പ്രമേയം അംഗീകരിക്കുകയും അതിനുവേണ്ട നടപടിക്രമങ്ങൾ ചെയ്യുകയുണ്ടായി. അന്ന് പല കമ്മിറ്റികൾ രൂപീകരിച്ചു. നിങ്ങൾക്കറിയാമായിരിക്കും, ഓട്ടംതുള്ളലും നാടകമൊക്കെ റോഡിൽ നടത്തിയുള്ള ഒരു പ്രഹസന പരിപാടികൾ നടത്തി. പക്ഷേ പ്രാക്ടിക്കലായിട്ട് ആ കിള്ളിയാർ ശുചീകരണം നടത്തിയില്ല. അത് പറയാൻ കാര്യം, ഞാനന്ന് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഈ നമ്മുടെ ഈ നെടുമങ്ങാട് പനകൂർന്ന് ഉത്ഭവിച്ചു വരുന്ന ഈ നല്ലൊരു ശാന്തമായി ഒഴുകുന്ന കിള്ളിയാർ നമ്മുടെ നഗരസഭയുടെ അതിർത്തി പ്രദേശമായ തുരുത്തുമൂല വാർഡ്, ആ തുരുത്തുമൂല വാർഡ് മുതൽ കളിപ്പാങ്കുളം വരെ 13.5 കിലോമീറ്റർ ദൂരമുള്ള ഈ നല്ലൊരു ശാന്തമായി ഒഴുകിയിരുന്ന കിള്ളിയാർ, അവിടെയൊക്കെ നമ്മൾ ചെറുപ്പകാലത്ത് നമ്മുടെ സതീഷ് ഗോപി സാർ പറഞ്ഞ പോലെ കുളിച്ചും മണിക്കൂറുകളായിട്ട് കിടന്ന ആൾക്കാരാണ്. ഇന്ന് ആ 13.5 കിലോമീറ്റർ ദൂരം നെടുമങ്ങാട് കഴിഞ്ഞ് ഏകദേശം ഈ പറഞ്ഞ കരകുളമൊക്കെ എത്തുമ്പോഴാണ് ഈ റോഡ് ഈ ആറ് മലിനമായി വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് നേരത്തെ ജയരാജ് സാർ സൂചിപ്പിച്ചാലോ, കോളേജിലെ വിദ്യാർത്ഥികളെ കൊണ്ട് ഇതൊക്കെ ടെസ്റ്റ് ചെയ്തു. ഈ കോളേജിലെ കണ്ടൻ്റായിരുന്നു കംപ്ലീറ്റ് കൂടുതലുണ്ടായിരുന്നു. അന്ന് നമ്മളെ പറഞ്ഞെന്താണ്, നിങ്ങൾ മെക്കാനിക്കലായിട്ടുള്ള സിസ്റ്റം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. അന്ന് ചെയ്തത് എന്താണെന്നറിയാമോ? അത് നമ്മുടെ ഏതോ ഒരു സ്ഥലത്ത് ക്ലീൻ ചെയ്ത് ഗിന്നസ് ബുക്കിൽ പേര് വന്ന അവസരത്തിൽ അതിനെ മറികടന്നുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് 10,000-ലധികം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കിള്ളിയാർ ശുചീകരണ യജ്ഞം നടത്തണമെന്നുള്ള അവരുടെ പിടിവാശി, അന്നത്തെ ഭരണത്തിൻ്റെ പിടിവാശി കാരണം അന്ന് അത് ഫെയിലുറായി. ഒരു എൻ്റെ വാർഡിൽ അന്ന് ഞാൻ പാങ്ങോട് വാർഡായിരുന്നു. എൻ്റെ വാർഡിൽ അന്ന് പാവപ്പെട്ട ഒരു തൊഴിലാളി പോലും ഞാൻ ആരുടെ സമ്മതിച്ചില്ല. കാരണം അതാണ്, അവൻ മനുഷ്യനാണ്, അവന് കുടുംബമുണ്ട്, അവന് കുട്ടികളുണ്ട്. അന്ന് ഞാൻ അതിന് അനുവദിച്ചില്ല. കാരണം പരിപൂർണമായി 27 ലക്ഷം രൂപ, ആ 2017 27 ലക്ഷം രൂപ കിള്ളിയാറിന് പ്രത്യേക ഒഴുക്കിക്കളയാണ് ചെയ്തത്. ഞാനൊരു ഇതിനോടനുബന്ധിച്ച് പറഞ്ഞതാണ്. ഇത്തരത്തിലുള്ള അതുപോലെ കിള്ളിയാർ തീരത്ത് ഇപ്പോൾ ഈ 13.5 കിലോമീറ്റർ ദൂരത്തുള്ള ഈ അനധികൃതമായ കയ്യേറ്റങ്ങൾ ഇത് ഒഴിപ്പിക്കാൻ ഈ ഭരണ നേതൃത്വത്തിന് അതിനുള്ള ആർജവമുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് ആർജവമുണ്ടോ? ആ കിള്ളിയാർ ഇന്ന് ഒരു തോടായി മാറിയിരിക്കുകയാണ്. അത് ഒരു വലിയൊരു ആറായിരുന്നതാണ് തോടായി മാറി. ഇതെല്ലാം കയ്യേറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്.
അതുപോലെ തന്നെയാണ് ഈ ആമഴഞ്ചാൻ തോടിലുണ്ടായ ഈ ഒരു മഹാദാരുണത്തിന് ഞാൻ ഇതിനു വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ നഗരസഭാ ജീവനക്കാർ, അതോടൊപ്പം തന്നെ ഈ പിന്നെ ഫയർഫോഴ്സിൻ്റെ ജീവനക്കാർ, അപ്പോൾ അതുപോലെ തന്നെ ഈ അതുമായിട്ട് ഇറങ്ങി പ്രവർത്തിച്ച മഹത് വ്യക്തികൾ എന്ന് തന്നെ ഞാൻ പറയുന്നു. ആ വ്യക്തികൾ ഇന്നലെ മുതൽ പ്രവർത്തിച്ച അവർ ഞാൻ ഈ നിമിഷം അവരെ ഞാൻ വളരെ ആദരപൂർവ്വം നമസ്കരിക്കുകയാണ്. കാരണം അവരുടെ ജീവനെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഇന്നലെ മുതൽ അവർ ഈ ഏകദേശം 35-36 മണിക്കൂറോളം അതിനകത്ത് കിടന്ന് ഇതിനു വേണ്ടി തിരയുന്നത്. നിങ്ങളെല്ലാം കണ്ടിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ, ഗ്ലൗസ് ഇല്ല. അതെ, അങ്ങനെ ഈ നഗരസഭയിലെ ജീവനക്കാരെ സംബന്ധിച്ച് ഒരു വാക്ക് പറയാൻ പോകുന്നത് ശരിയല്ല. ഈ ജീവനക്കാർക്ക് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ, അവരുടെ ഹെൽത്തിനെ പറ്റിയുള്ള ഒരു അവയർനെസ് പോലും അവർ ഈ ഭരണസമിതി ചിന്തിക്കാറില്ല. ഞങ്ങൾ കൗൺസിലിൽ പല ആവശ്യത്തിൽ പറഞ്ഞോളൂ, പല സമയത്തും പറഞ്ഞോളൂ, ഈ നഗരസഭാ ജീവനക്കാർക്ക് വേണ്ടി വാദിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിലെ കൗൺസിലർമാരാണ്. മറ്റാരും തന്നെ ആ ജീവനക്കാർക്ക് വേണ്ടി വാദിക്കാറില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരും ജനങ്ങളാണ്, അവരും പാവപ്പെട്ടവരാണ്, അവർക്കും മക്കളുണ്ട്, കുട്ടികളുണ്ട്, അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അവരുടെ ജീവിതവും മറ്റു മനുഷ്യരെ പോലെ തന്നെയാണ്. ഈ നേരത്തെ സൂചിപ്പിച്ച ഈ 1500-ഉം 1300-ഉം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന അവരുടെ ജീവൻ ആര് ഉത്തരം പറയും? ഇപ്പോൾ നഗരസഭ ഇവിടെ നേരത്തെ നമ്മുടെ അനിൽ നമ്പ്യാർജി ചോദിച്ച പോലെ റെയിൽവേയും ഇവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് 100 വർഷങ്ങൾക്ക് അപ്പുറം നിർമ്മിച്ച ഈ കനാൽ, ഈ റെയിൽവേക്കകത്തുള്ള കനാൽ, ഇപ്പോൾ റെയിൽവേ പറയുകയാണ് ഞങ്ങൾ അവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണ്, നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ നടപടി സ്വീകരിച്ചാൽ എന്ത് ചെയ്യും ഭരണകൂടം? അവരവിടെ വെച്ച് അവരുടെ ഇതിനകത്തുള്ള അനധികൃതമായിട്ട് ഇത് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ നഗരസഭ എന്ത് ചെയ്യും? അവരാണ് ഈ നഗരസഭ കുറ്റപ്പെടുത്തുന്നത്. മേയർ പറഞ്ഞു റെയിൽവേ അധികൃതർക്ക് കത്ത് കൊടുത്തുന്നു. ഇത് മേയർ എന്താ ഒരു പ്രമേയം കൗൺസിൽ അവതരിപ്പിച്ച് കൊടുത്തതായിട്ട് പറയാമോ? മേയർ ഒരു പ്രമേയം ഇത്തരത്തിലൊരു റെയിൽവേ ജീവനക്കാർക്ക്, റെയിൽവേ അധികൃതർക്ക് മുൻപ് നേരത്തെ ഇത്തരത്തിലുള്ള ഓട ക്ലെയിം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു കത്ത് കൊടുത്തു എന്ന് പറയുന്നു. ഇത് കൗൺസിലിൽ ഒരു പ്രമേയമായിട്ട് മേയർ അവതരിപ്പിച്ചിട്ടുണ്ടോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. നിഷേധിച്ചിട്ടുണ്ട്. അതെ മാഡം അത് നിഷേധിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തില്ല. അപ്പോൾ ഉടനെ ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി വരെ പറഞ്ഞത് ഈ നഗരസഭ ഭരണകൂടം പറഞ്ഞത് ഈ റെയിൽവേയാണ് കുറ്റപ്പെടുത്തിയത്. ഈ റോസി അഗസ്റ്റിൻ എന്ന് പറയുന്ന മന്ത്രി ഇന്നൊരു പ്രസ്താവന ഇറക്കി, ഞാൻ ചാനൽ കണ്ടു. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനുള്ള എല്ലാ നഗരസഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് പറഞ്ഞതിന് ശേഷമാണ് മേയർ ഈ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി പറയാനായിട്ട് തയ്യാറായത്. അപ്പോൾ നമ്മൾ ഇതിനകത്തൊന്നും വാഗ്വാദത്തിനോ അല്ലെങ്കിൽ ഒരു തടസ്സങ്ങളോ ഒന്നും അല്ല പറയാം. നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ തയ്യാറാണ്. ഈ സമിതിയോടൊപ്പം ഭരണ നേതൃത്വത്തോടൊപ്പം നല്ല കാര്യങ്ങൾ, ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന കാര്യങ്ങൾ ഞങ്ങൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അത് തുടർന്നും നിൽക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഇത് ഈ പറഞ്ഞ അതാണ് ഇന്ന് 36-37 മണിക്കൂറായി. ഇപ്പോൾ കുറച്ച് നിമിഷം കഴിയുമ്പോൾ നിർത്തും. ആ മനുഷ്യനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാണ്, ഒരു സംശയവുമില്ല. ഇന്നലെ ഈ പറഞ്ഞ സ്കൂബ അവരൊക്കെ പറഞ്ഞ ഡൈക്കാർക്ക് ടീമൊക്കെ പറഞ്ഞു വെച്ചാൽ ഇതിനകത്ത് കടക്കാൻ പറ്റുന്നില്ല. മേളിൽ മല പോലെ ഈ സ്ലാബിന് മേളിൽ ചേർന്ന് കിടക്കുകയാണ്. അത് വെള്ളം ശക്തിയായി പമ്പ് ചെയ്തിട്ടും അത് പൊളിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് എങ്ങനെ ഇത് എങ്ങനെയാണ് രൂപപ്പെട്ടത്, ഈ മല രൂപപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. അതെ അത് കണ്ടെത്താൻ സഹായിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് റെയിൽവേ പ്രമിസസ് വരെയുള്ള ഓട, ആ പ്രമിസസ് വരെ ഓടയിൽ ഈ മാലിന്യം വരുന്നതിന് ആരാണ് ഉത്തരവാദി? റെയിൽവേ ആണോ ഉത്തരവാദി? നഗരസഭ ഹരിതകർമ്മസേന വഴി 100 വാർഡുകളിലും അത് അജൈവ മാലിന്യവും ജൈവ മാലിന്യവും സ്നേഹിക്കുന്ന ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. പല പദ്ധതികളുണ്ട്, അതിനെപ്പറ്റി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. മധുസൂദനൻ നായർ, വിളപ്പിൽശാല ചവർ സംസ്കരണ ഫാക്ടറി അടച്ചുപൂട്ടിയ സമയത്ത് പ്രധാനപ്പെട്ട ആശങ്ക തിരുവനന്തപുരത്തുകാരുടെ ഇനി ഈ മാലിന്യങ്ങളൊക്കെ എങ്ങനെ സംസ്കരിക്കും? ആ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം തിരുവനന്തപുരത്തുണ്ടോ? അല്ല, അന്ന് ഈ പറഞ്ഞ വിളപ്പിൽശാല പൂട്ടിയ അവസരത്തിൽ വന്ന പദ്ധതികളാണ്. ഒന്ന് നമ്മുടെ അറിയാം പൈപ്പ് കമ്പോസ്റ്റ്, അറിയാമല്ലോ, ടോട്ടലി ഫെയിലറായി. അത് പെരിച്ചാഴിക്കും എല്ലുകൾക്കും ആഹാരം കിട്ടാനായിട്ടുള്ള ഒരു മാർഗ്ഗമായിരുന്നു. ആ 10,000-കണക്കിന് പൈപ്പ് കമ്പോസ്റ്റുകളാണ് സ്ഥാപിച്ച് വലിയ ഘോരഘോരമായിട്ട് ഇത് വലിയൊരു പദ്ധതിയാണെന്ന് പറഞ്ഞ് ആഘോഷിച്ചുകൊണ്ട് വന്നത്. നമുക്ക് അന്നത്തെ ഭരണസമിതിയൊന്നും നമ്മൾ അടച്ചാക്ഷേപിക്കാൻ തയ്യാറാകുന്നില്ല, ഓരോ പദ്ധതികൾ കൊണ്ടുവരുന്നു. പക്ഷേ ഇതെല്ലാം ഈ ആമഴഞ്ചാൻ തോട് ആമഴയുന്നത് പോലെ ആണെങ്കിൽ ഇത് മുയൽ ഓടുന്ന പോലെ പണം സമ്പാദിക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഈ നഗരസഭയുടെ മാലിന്യം എന്ന് പറയുന്ന ചാകര എന്നുള്ളതാണ് നമുക്കെടുത്ത് പറയാനുള്ളത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരുമായിട്ട് ഇടപെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിലുമായിട്ട് നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നല്ലൊരു മാലിന്യ സംസ്കരണ പദ്ധതി മറ്റു സംസ്ഥാനങ്ങളില്ലേ?
മറ്റു സംസ്ഥാനങ്ങളിൽ സന്ദർശിക്കണം. അല്ല, കേന്ദ്ര ഫണ്ടുകൾ പ്രയോജനപ്പെടുത്താമല്ലോ. കേന്ദ്ര ഫണ്ടുകൾ കേന്ദ്രം അതിനൊരു പദ്ധതി ആസൂത്രണം ചെയ്യണം, ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. ഇവരെന്തിനാ ഇവിടെ ഇരിക്കുന്നത്? പിന്നെ അല്ല, അതിന് നോക്കൂ, തലസ്ഥാന നഗരിയാണ്. പ്രതിദിനം 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് തിരുവനന്തപുരത്ത് വരുന്നത്, ഒഴുകിയെത്തുന്നത്. വന്നിറങ്ങുന്നത് മാലിന്യ കൂമ്പാരത്തിലാണ്. ഇതെല്ലാം നടക്കുന്നത് തമ്പാനൂരാണ്. തമ്പാനൂർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയ ഭാഗമാണ്, അല്ലേ? അപ്പോൾ എത്ര നാണക്കേടാണ്. 2017 റെയിൽവേ എന്ന് പറഞ്ഞാണ്. 2017 അവരതിനകത്ത് ചെറിയ ഇറ്റാച്ചി ഇറക്കി അവർ ഈ 117 മീറ്റർ ദൂരം സുഖമായിട്ട് അവർ ആ ഇറ്റാച്ചി ഓടിച്ചെന്നാണ് അവർ അവകാശപ്പെടുന്നത്. 2017 വലിയ കാലതാമസമൊന്നുമുള്ളതല്ല, ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് അവരത് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു മനുഷ്യൻ്റെ ജീവൻ പൊലിഞ്ഞു എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ തന്നെയും അദ്ദേഹത്തെ തിരികെ കിട്ടട്ടെ, അത് നമുക്ക് അത്രയധികം വിശ്വസിക്കാൻ സാധിക്കില്ല. എങ്കിൽ തന്നെയും ആ ഒരു ജീവൻ ഇതിനകത്ത് എവിടെ കിടക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത്രയും ആധുനിക സൗകര്യങ്ങൾ നമ്മുടെ രാജ്യത്തുള്ളപ്പോൾ അത് പ്രയോജനപ്പെടുത്താൻ തയ്യാറാകാതെ ഇതൊരു തികച്ചും ഫയർഫോഴ്സ് പറയുന്നത് ഇനി പറ്റില്ല എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നേവി വരുന്നുണ്ട്, പക്ഷേ നേവിക്കും കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, ഈ ജോയി എന്ന മനുഷ്യനെ ഈ മാലിന്യ കുമ്പാരത്തിലേക്ക് ഇറക്കിയ ആളെ ആണ് ആദ്യം കണ്ടെത്തേണ്ടത്. റെയിൽവേ കരാറുകാരനാണെന്ന് പറയുന്നു, പക്ഷേ ഒരു സുരക്ഷാ സംവിധാനം പോലും ഇല്ലാതെയാണ് ആ പാവപ്പെട്ട മനുഷ്യനെ, അയാളുടെ ഒരു ജാൺ വയറിന് വേണ്ടിയാണ് ഈ പണി ചെയ്യുന്നത്. അതെ. അപ്പോൾ നോക്കൂ, യാതൊരു സുരക്ഷാ സംവിധാനവും സ്വീകരിക്കാതെയാണ് അയാളെ ഇറക്കി വിട്ടത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഫയർഫോഴ്സ് ജീവനക്കാർ. ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പ്രതികരിച്ചിട്ടുണ്ട് ഇന്ന്. അദ്ദേഹം പറഞ്ഞു ഇവരുടെ സേവനത്തെ, അതായത് നിസ്വാർത്ഥമായിട്ടുള്ള സേവനത്തെ സല്യൂട്ട് ചെയ്യുന്നു. പക്ഷേ അതേസമയം ഇവർക്ക് സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് നമുക്കറിയാം, ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇവർക്ക് ഗ്ലൗസ് ഇല്ല, ഇവർക്ക് മുഖാവരണമില്ല. ഇറങ്ങി നിൽക്കുന്നത് ആ മാലിന്യ കൂമ്പാരത്തിലാണ്. അപ്പോൾ നോക്കൂ, എപ്പോഴാണ് ഭരണകൂടം ഇനിയൊന്ന് കണ്ണ് തുറക്കുക?